ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ജനുവരി 30 വെള്ളിയാഴ്ച തിയേറ്ററിലെ മലയാള സിനിമയാണ് വലതുവശത്തെ കള്ളൻ. ബിജു മേനോൻ, ജോജു ജോർജ്, ലെന, ലിയോണ ലിഷോയ്, ഷാജു ശ്രീധർ, ശ്രദ്ധ ഗോകുൽ, നിരഞ്ജന അനൂപ്, വൈഷ്ണവി രാജ് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ ആദ്യ 3 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 3,40,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 4-ാം ദിവസം ഇന്ന് തിങ്കളാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ ഏകദേശം 50 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 4 ദിവസത്തെ കേരള കളക്ഷനായി ഈ സിനിമ 3,90,00,000 റേഞ്ചിലാണ് നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ് ഒന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും 6-6.5 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ജനുവരി 30 വെള്ളിയാഴ്ച തിയേറ്ററിലെ മറ്റൊരു മലയാള സിനിമയാണ് പ്രകമ്പനം. വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഗണപതി, സാഗർ സൂര്യ, അല്ലമീൻ, രാജേഷ് മാധവൻ, മല്ലിക സുകുമാരൻ, നസീർ നെടുമങ്ങാട് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സിനിമയുടെ വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 3 ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. സിനിമ ആദ്യ ദിവസം 42 ലക്ഷം രൂപ, 2-ാം ദിവസം 76 ലക്ഷം രൂപ, 3-ാം ദിവസം ഇന്നലെ ഞായറാഴ്ച 1,33 ലക്ഷം രൂപ എന്നിങ്ങനെ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 2,51 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 4-ാം ദിവസവും വർക്കിംഗ് ദിനം കൂടി ഇന്ന് തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ 70 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 4 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 3,20 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സിനിമയുടെയും വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഒന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും 5 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ചത്താപ്പച്ച തിയേറ്ററിലെത്തിയിട്ട് 2-ാമത്തെ തിങ്കളാഴ്ച കൂടിയ 12 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. അദ്വൈത് നായർ സംവിധാനം ചെയ്ത് ജനുവരി 22 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ ഈ സിനിമയിൽ അർജുൻ അശോകൻ, വിശാഖ നായർ, റോഷൻ മാത്യു, മമ്മൂട്ടി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സിനിമ 11-ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 56 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 16,15 ലക്ഷം രൂപയാണ് ഇന്നലെ ഞായറാഴ്ച വരെ ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 30-35 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 16,50 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ 12 ദിവസത്തെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ 12 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 35,50 ലക്ഷം 36 കോടി റേഞ്ചിലാണ്. നിവിൻ പോളിയുടെ ബേബി ഗേൾ തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 11 ദിവസമാണ് പിന്നിടുന്നത്. അരുൺ വർമ്മ സംവിധാനം ചെയ്ത് ജനുവരി 23 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമ 10-ാം ദിവസം മുതൽ ഞായറാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 12,60,000 രൂപയാണ്. അങ്ങനെ 10 ദിവസം കൊണ്ട് കേരളത്തിൽ 4 കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 11-ാം ദിവസം എന്ന തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 8 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 4,08 ലക്ഷം റേഞ്ചിൽ കേരള കളക്ഷൻ സ്വന്തമാക്കിയ ഈ സിനിമയുടെ 11 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 6-6.5 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. നിവിൻ പോളിയുടെ സർവമായ തിയേറ്ററിലെത്തിയിട്ട് 6-ാമത്തെ തിങ്കളാഴ്ച കൂടിയ 40 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് പൂർത്തിയാക്കിയ ഈ സിനിമ 39-ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 4,25,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ വരെയുള്ള 39 ദിവസം കൊണ്ട് കേരളത്തിൽ 77,64 ലക്ഷം രൂപ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. സിനിമയുടെ 39 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 150,40 ലക്ഷം റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. നാദൃശ്യ സംവിധാനം ചെയ്ത് ജനുവരി 21 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് മാജിക് മഷ്റൂം. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അജു വർഗീസ്, സിദ്ധാർത്ഥ ഭരതൻ, ജോണി ആന്റണി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 10 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് 86 ലക്ഷം രൂപയാണ്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 1,05 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ജനുവരി 23 തിയേറ്ററിലെത്തി വമ്പം ബ്ലോക്ക് ബസ്റ്റർ വിജയക്കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ബോർഡർ 2. ഈ സിനിമ 10-ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 4,25,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 10 ദിവസം കൊണ്ട് 329,86 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. വിദേശത്ത് നിന്ന് 45 കോടി രൂപയും ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 374,86 ലക്ഷം രൂപയാണ് ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 10 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. അഭിരാജ് മിനാവല സംവിധാനം ചെയ്ത മർദാനി 3 തിയേറ്ററിലെത്തിയത് ജനുവരി 30-നാണ്. യാഷ് രാജ് ഫിലിംസിന്റെ ബാനറിൽ ആദിത്യ ചോപ്ര നിർമ്മിച്ച ഈ സിനിമയിൽ റാണി മുഖർജി, ജാനകി ബോഡിവാല, മല്ലിക പ്രസാദ് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 3 ദിവസം കൊണ്ട് കേരളത്തിൽ 6 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 3 ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് ഗ്രോസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 20,70 ലക്ഷം രൂപയാണ്. വിദേശത്ത് നിന്ന് 6 കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 26,70 ലക്ഷം രൂപയാണ് 3 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി സ്വന്തമാക്കിയിരിക്കുന്നത്. രജനീകാന്ത് നായകനെ RS രവികുമാർ തിരക്കഥ സംവിധാനം ചെയ്ത് 1999 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത പടയപ്പ എന്ന സിനിമ 4K പതിപ്പിൽ ഡിസംബർ 12-ന് റിലീസായി വീണ്ടും തിയേറ്ററിലെത്തിയിരുന്നു. സിനിമയുടെ വേൾഡ് വൈഡ് ക്ലോസിംഗ് അപ്ഡേറ്റ് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 13,26, കർണാടകയിൽ 1,81, ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 17 ലക്ഷം, കേരള കളക്ഷനായി 12 ലക്ഷം, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 5 ലക്ഷം എന്നിങ്ങനെ 15,41 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. വിദേശത്ത് നിന്ന് 3,25 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 18,66 ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി സ്വന്തമാക്കിയത്. സിനിമയ്ക്ക് തിയേറ്റർ ഷെയറായി ലഭിച്ചിരിക്കുന്നത് 8 കോടി രൂപയാണ്. അങ്ങനെ ഈ രജനി സിനിമ വീണ്ടും തിയേറ്ററിലെത്തി സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് സ്വന്തമാക്കിയത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.